സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാൻ എൻ.ഡി.എ. നരേന്ദ്രമോദിയെ നേതാവായി എൻ.ഡി.എ യോഗം തെരഞ്ഞെടുത്തു. മോദിയും എൻ.ഡി.എ നേതാക്കളും വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. രാജ്നാഥ് സിംഗും അമിത്ഷായും നദ്ദയും ചേർന്ന് സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. അതേസമയം 7 സ്വതന്ത്ര എം.പിമാരുടെ പിന്തുണയും ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ സിബി നൽകും. സിബി, സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാൻ എൻ.ഡി.എ, അതോടൊപ്പം തന്നെ എൻ.ഡി.എ യോഗം നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. മോദിയും എൻ.ഡി.എ നേതാക്കളും വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിനു, എന്തായാലും സർക്കാർ രൂപീകരണം വളരെ വേഗത്തിലാക്കണം നരേന്ദ്രമോദിയും ബി.ജെ.പിയും. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. പിന്നീട് വൈകിട്ട് 4 മണിയോടെയാണ് എൻ.ഡി.എ യോഗം ചേർന്നത്. എൻ.ഡി.എ യോഗം ചേർന്ന് മോദിയെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജെ.ഡി.യും അതോടൊപ്പം തന്നെ ഈ ചന്ദ്രബാബു നായിഡുയുടെ ടി.ഡി.പി അടക്കമുള്ള ചിരാഗ് പാസ്വാനും ഏകനാഥ് ഷിൻഡെ അടക്കമെല്ലാത്തിൻ്റെയും സഖ്യകക്ഷി 20ഓളം സഖ്യകക്ഷി നേതാക്കളെല്ലാത്തിൻ്റെയും ഈ എൻ.ഡി.എ യോഗത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു. പിന്നീട് പക്ഷേ ഇതിൽ ഇന്ന് വൈകിട്ടോടെ രാഷ്ട്രപതിയെ കണ്ട് തങ്ങൾക്ക് ഈ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും, അങ്ങനെ കത്ത് നൽകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു കത്ത് നൽകില്ല എന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച നരേന്ദ്രമോദി ഇത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദവുമായി രാഷ്ട്രപതിയെ കാണുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ളത് ഇതിൽ നല്ല വിലപേശൽ ഈ ഒരു സഖ്യകക്ഷികളിൽ നിന്നും, പ്രത്യേകിച്ച് ജെ.ഡി.യു നിന്നും തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്നെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ഈ ക്യാബിനറ്റ് പദവിയും സ്പീക്കർ പദവിയും അതുകൂടാതെ ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേക പദവി അടക്കമുള്ള നിരവധി കാര്യങ്ങൾ യുദ്ധത്തിൽ ടി.ഡി.പിയും അതോടൊപ്പം തന്നെ ജെ.ഡി.യും എല്ലാം തന്നെയും ആവശ്യപ്പെട്ടിരുന്നു. അതുമാത്രമല്ല നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡുവും ചിരാഗ് പാസ്വാനും ഏകനാഥ് ഷിൻഡെയും പവൻ കല്യാണം എല്ലാം തന്നെയും തങ്ങൾക്ക് ക്യാബിനറ്റ് പദവി, തങ്ങളുടെ പാർട്ടികൾക്ക് ക്യാബിനറ്റ് പദവി അടക്കമെല്ലാം തന്നെയും ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇതിലെല്ലാം തന്നെ ഒരു അന്തിമമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഇപ്പോൾ ജെ.പി നദ്ദയെയും രാജ്നാഥ് സിംഗിനെയും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ നിയോഗിച്ചിരിക്കുകയാണ്. അമിത്ഷായുമായിട്ടെല്ലാം തന്നെയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം വെള്ളിയാഴ്ച യുദ്ധത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകിട്ടോടെ എൻ.ഡി.എ സർക്കാർ രൂപീകരിക്കുമെന്നും അതിനുവേണ്ടി ഈ എല്ലാ നേതാക്കന്മാരും എല്ലാ സഖ്യകക്ഷികളുടെയും പിന്തുണ ഉള്ള കത്ത് രാഷ്ട്രപതിക്ക് കൈമാറുമെന്നായിരുന്നു നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് വൈകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോൾ വെള്ളിയാഴ്ചത്തേക്കായിരിക്കും ഈ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മറ്റു ചില രണ്ടാം മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാർ, രണ്ടാം മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർക്കെല്ലാം തന്നെ ഇന്നിപ്പോൾ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്ന് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെയും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ മോദി സർക്കാർ ഇനിയിപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയായിരിക്കും ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോഴും വിലപേശൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജെ.പി നദ്ദയെയും രാജ്നാഥ് സിംഗിനെയും അടക്കമുള്ള അമിത്ഷാ അടക്കമെല്ലാം തന്നെയും ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. വിനു.